അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോന്ന ഒരു പുതിയ നയതന്ത്ര നീക്കത്തിനാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കടുത്ത യുദ്ധ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ചൈനയും പാകിസ്ഥാനും സംയുക്തമായി ഒരു രഹസ്യ ചട്ടക്കൂട് രൂപീകരിച്ചിരിക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വരും ദിവസങ്ങളിൽ മേഖലയിലെ വെടിനിർത്തൽ ചർച്ചകളെയും സമാധാന ശ്രമങ്ങളെയും പൂർണ്ണമായി സ്വാധീനിക്കാൻ ഈ പുതിയ കൂട്ടുകെട്ടിന് സാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. നയതന്ത്ര ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ചൈനയും പാകിസ്ഥാനും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പ്രാദേശിക റോഡ് മാപ്പ് കേവലം ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ മാത്രമല്ല ലക്ഷ്യമിടുന്നത്. ആഗോള ഊർജ വിപണിയുടെ ജീവനാഡിയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ സുരക്ഷയും ആഭ്യന്തര നിയന്ത്രണവും ഈ നിർദ്ദേശത്തിലെ പ്രധാന ഘടകമാണ്. ഇതോടൊപ്പം ഇറാനുമായുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുക, വിവിധ അന്താരാഷ്ട്ര ബാങ്കുകളിൽ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ ബില്യൺ കണക്കിന് ഡോളറിന്റെ ആസ്തികൾ വിട്ടു നൽകുക തുടങ്ങിയ നിർണായക വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്കൻ സൈനിക രാഷ്ട്രീയ മേധാവിത്വത്തെ പരോക്ഷമായി ദുർബലപ്പെടുത്താൻ പോന്നതാണ് ഈ പുതിയ സുരക്ഷാ ചട്ടക്കൂട്. പശ്ചിമേഷ്യയിൽ സുരക്ഷയുടെ നിയന്ത്രണം വാഷിംഗ്ടണിന്റെ കൈകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ബീജിംഗും ഇസ്ലാമാബാദും ഇതിലൂടെ നൽകുന്നത്. ഈ സ്ഫോടനാത്മകമായ നിർദ്ദേശം വാഷിംഗ്ടണിനെ തികച്ചും പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. ലോകം ഇപ്പോൾ ഒരു ഏകധ്രുവ വ്യവസ്ഥയിലല്ല, മറിച്ച് ഒന്നിലധികം വൻ ശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു മൾട്ടി പവർ ഓർഡറിലാണ് ജീവിക്കുന്നത് എന്ന് അംഗീകരിക്കാൻ അമേരിക്കയെ നിർബന്ധിതമാക്കുന്നതാണ് ഈ പുതിയ നീക്കം. ചൈന, റഷ്യ തുടങ്ങിയ ആഗോള ശക്തികൾക്കും പശ്ചിമേഷ്യൻ പ്രാദേശിക കക്ഷികൾക്കും യുദ്ധാനന്തര ഗൾഫ് രാഷ്ട്രീയത്തിൽ തുല്യമായ സ്വാധീനം ഉണ്ടാകണമെന്ന് ഈ ചട്ടക്കൂട് ശക്തമായി വാദിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നയതന്ത്ര താൽപര്യങ്ങളുടെ കൃത്യമായ പ്രതിഫലനം കൂടിയാണ് ഈ നീക്കം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ഉച്ചകോടിക്ക് തൊട്ടു പിന്നാലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നടത്തിയ ഈ തന്ത്രപരമായ ഇടപെടൽ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വാഷിംഗ്ടണും മോസ്കോയും തമ്മിൽ രൂപപ്പെടുന്ന ഏതൊരു ധാരണയെയും മറികടക്കാൻ ബീജിംഗിന് തനതായ പ്ലാനുകൾ ഉണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. പാകിസ്ഥാന്റെ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ ദീർഘകാലമായി അവർക്ക് ഇറാനുമായും ചൈനയുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തിന്റെ തുടർച്ചയാണ്. യുഎസിനും ഇറാനുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ചൈനയുടെ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന കടുത്ത നയതന്ത്ര വെല്ലുവിളിയാണ് പാകിസ്ഥാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ചൈനയുടെ ഇന്ധന ഇറക്കുമതിക്ക് എത്രത്തോളം അത്യാവശ്യമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ഈ മേഖലയിലെ സമാധാനം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾക്ക് പൂർണ്ണമായി കീഴടങ്ങാതെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാൻ ഈ ചൈന പാക് സഖ്യം വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. തങ്ങളുടെ ആണവ പദ്ധതികളിലോ മിസൈൽ സാങ്കേതിക വിദ്യകളിലോ കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. ഈ പുതിയ സാഹചര്യങ്ങൾ ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. ഇറാനെ സൈനികമായും സാമ്പത്തികമായും തകർക്കുമെന്ന കടുത്ത പ്രസ്താവനകൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ചൈനയുടെ ഈ പുതിയ നയതന്ത്ര ചട്ടക്കൂടിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ ഇസ്രയേലിനെ ഈ പുതിയ നീക്കങ്ങൾ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നതും ചൈനയും റഷ്യയും ഇറാനോട് മൃദു സമീപനം സ്വീകരിക്കുന്നതും തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നാണ് നെതന്യാഹു ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഗൾഫ് മേഖലയിലെ പുതിയ സുരക്ഷാ ഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. നാളിതുവരെ അമേരിക്കൻ നാവികസേനയുടെ കർശന നിയന്ത്രണത്തിലായിരുന്ന ഈ മേഖലയിൽ ചൈനയുടെയും മറ്റു പ്രാദേശിക ശക്തികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന ആവശ്യം പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും ഈ പുതിയ സംഭവ വികാസങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാനുമായുള്ള ചൈനയുടെ അടുപ്പവും അമേരിക്കയുടെ നയങ്ങളിലെ അസ്ഥിരതയും തങ്ങളുടെ ദീർഘകാല സുരക്ഷാ താൽപര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഈ രഹസ്യ ചട്ടക്കൂട് പുറത്തു വന്നതോടെ ആഗോള മാധ്യമങ്ങളും പ്രതിരോധ വിദഗ്ധരും ഇതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കടുത്ത സംവാദങ്ങളിലാണ്. അമേരിക്കൻ അപ്രമാദിത്വത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ വ്യവസ്ഥ നിലവിൽ വരുമോ, അതോ
ട്രംപ് ഭരണകൂടം തങ്ങളുടെ കടുത്ത സൈനിക നീക്കങ്ങളുമായി മുന്നോട്ടു പോകുമോ എന്നതാണ് പ്രധാന ചോദ്യം. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ മേഖല വീണ്ടും ഒരു വലിയ യുദ്ധക്കളത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ സംയുക്ത ഇടപെടൽ ആഗോള രാഷ്ട്രീയത്തിലെ അധികാര കൈമാറ്റത്തിന്റെ വ്യക്തമായ ലക്ഷണമാണ്. ലോകത്ത് എവിടെയും ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമാണെന്ന വാഷിംഗ്ടണിന്റെ ധാരണയ്ക്കാണ് ഇവിടെ മങ്ങലേൽക്കുന്നത്. വരും നാളുകളിൽ ഈ റോഡ് മാപ്പ് വെടിനിർത്തൽ ചർച്ചകളെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.